ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെന്താ ഇങ്ങനെ ഒരു ഇൻട്രോ ആയിട്ട് വരുന്നതെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ ആണ്. നമ്മളെ നൈറ്റ് റൂട്ടീൻ വീഡിയോ കേട്ടോ. മക്കൾ ഉറങ്ങി കഴിഞ്ഞിട്ടുള്ള നമ്മളെ കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. നമ്മളെ 2 കുട്ടി കുറുമ്പന്മാരും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. 8:30 9 മണിയൊക്കെ ആകുമ്പോൾ സാധാരണ ഉറങ്ങുന്നതാണ് നമ്മൾ ഇച്ചൊന്ന് ഉറങ്ങാൻ ലേറ്റ് ആയിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 10:30 ഒക്കെ ആയിട്ടുണ്ട് ടൈം. അപ്പോൾ ഇതത് നമ്മളെ 2 മക്കളെ നന്നായിട്ടൊന്ന് ഉറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ അമ്പുടുക്കുട്ടൻ ഇപ്പോൾ ഫീഡിങ് നിർത്തി, ബോട്ടിൽ ഫീഡിങ് ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവൻ അങ്ങനെ പാലും കുടിച്ച് അവൻ അങ്ങനെ ഉറങ്ങിക്കൊള്ളുണ്ട്. രാത്രി ടൈം മാത്രമേ കുടിക്കാറുള്ളൂ, അല്ലാത്തപ്പോൾ ഒക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ആയിട്ട് അവൻ്റെ കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. ഇത് അവൻ ഉറങ്ങിയ സമയത്ത് ഞാൻ എന്താ ബാക്കിയുള്ള വീടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ആകെ അല്ലങ്കോലായി കിടക്കുന്നുണ്ട്. അപ്പോൾ വേഗം പോയി ചവറുകളൊക്കെ വാരിയെടുത്ത്. അപ്പോൾ ഇത് അവർ ഉറങ്ങിയ സമയത്ത് ഞാൻ ബാക്കിയുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തേട്ടോ. അപ്പോൾ വീടൊക്കെ ആകെ അല്ലങ്കോലാക്കിയിട്ട്, കാരണം വീട് തലകീഴെ മറിച്ചിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഹാളിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങും. അപ്പോൾ ഇവിടെയൊക്കെയുള്ള ചപ്പൻ ചവറുകളൊക്കെ മാറ്റി വലിച്ച്. ഇവർക്ക് പാത്രങ്ങൾ മതി കേട്ടോ കളിക്കാൻ. കളിപ്പാട്ടങ്ങളൊന്നും വേണ്ട, വെറും പാത്രം മതി. നമ്മൾ കളിപ്പാട്ടം വാങ്ങി കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഏതെങ്കിലുമൊക്കെ മൂലക്കിടും. പാത്രങ്ങളൊക്കെ കളിക്കാനെടുത്തൊക്കെ എടുത്ത് മാറ്റി വെച്ചതാ ഹോള് വൃത്തിയാക്കി, പിന്നെ മേശ വൃത്തിയാക്കി, പിന്നെ അടുത്ത മേശയൊക്കെ വൃത്തിയാക്കി അടിച്ച് വാരിയിട്ട് അങ്ങനെ അവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി വന്നിട്ട് അടുക്കളയ്ക്ക് അങ്ങനെ ഓരോ സൈഡിൽ നിന്ന് തുടങ്ങി എല്ലാം കൂടെ ഒന്നിച്ചെടുക്കാൻ നോക്കി നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ ഓരോ സൈഡ് വൃത്തിയാക്കി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പണി തീരുണ്ടോ. നമ്മളൊരു 10 മിനിറ്റിനുള്ളിൽ പണി തീർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണെങ്കിലും തീരും. കാരണം അവർ ഉറങ്ങിയ സമയമാണ്, എല്ലാവരും ഉറങ്ങിയിരിക്കുന്ന സമയം കേട്ടോ. പെട്ടെന്ന് പണി തീരും. കാരണം വേറെ ശല്യങ്ങളോ നമുക്ക് വേറെ കാര്യങ്ങളോ ആലോചിക്കാനോ ഒന്നുമില്ല. പെട്ടെന്ന് പണി തീരും. അപ്പോൾ ഈ നേരത്തെ ചടപടയെന്നും പറഞ്ഞ കാര്യങ്ങളൊക്കെ തീരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കാം കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട കാര്യങ്ങളും ഉച്ചത്തേക്കുള്ള ലഞ്ചിനുള്ള കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വയ്ക്കുക, അങ്ങനെയുള്ളതൊക്കെ എടുത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ നാളെ കൊണ്ടുപോകാനുള്ള ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ പണി നമുക്ക് പെട്ടെന്ന് ഈസി ആക്കാം കേട്ടോ. കുഞ്ഞു മക്കളുള്ളിടത്തൊക്കെ ഇതൊക്കെ നടക്കത്തുള്ളൂ. കാരണം അവർ ഉറങ്ങി നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്ത സമയത്ത് ഒന്നും നടക്കത്തില്ല. ഇപ്പോൾ നമ്മൾ അമ്മൂട് കൂട്ടാനാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം വാശിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവനെ നോക്കി നിൽക്കണം. അവന് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും. കാരണം വെള്ളത്തിൽ കളിക്കുക, ജന്മ പിടിച്ച് കയറുക, കറണ്ടുമ്പോൾ കളിക്കുക, അതൊക്കെ. അപ്പോൾ നമ്മൾ നോക്കിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇട്ട് പണി കിട്ടും. അപ്പോൾ അവൻ ഉണർന്നിരിക്കുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ്റെ പിന്നാലെ തന്നെ നടക്കണം. അപ്പോൾ ഞാൻ രാവിലെ അവൻ ഉറങ്ങുന്ന സമയത്തും കാര്യങ്ങൾ ചെയ്യും, പിന്നെ അവൻ രാത്രി ഉറങ്ങുമ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പോഴത്തെ നമ്മൾ ഒരു ഡേ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളെ കിച്ചണും വീടും ഒക്കെ നല്ല നീറ്റായിട്ട് കിടന്നു കഴിഞ്ഞാൽ രാവിലെ നമുക്ക് നിൽക്കുമ്പോൾ നല്ലൊരു എനർജി അല്ലേ. കാരണം അത്രയും പണി ഒഴിഞ്ഞു കിട്ടും. എനിക്ക് നല്ല അനുഭവമുള്ള കേട്ടോ. കാരണം ചില സമയത്തൊന്നും വൃത്തിയാക്കിയിടാനോ പാത്രം കഴുകിയിടാനോ ഒന്നും അടിച്ചു വാരിയിടാൻ പോലും പറ്റാറില്ല. അങ്ങനെ മെസ്സായിട്ട് കിടക്കുമ്പോൾ രാവിലെ നിൽക്കുമ്പോൾ ഒരു ലോഡ് പണിയുണ്ടാവും. അന്ന് ദിവസം പോയി എന്ന് പറഞ്ഞാൽ എത്ര പണിയെടുത്താലും തീരത്തുമില്ല. നമുക്കാകെ ദേഷ്യം വരിക, ആകെ കൂടെ സ്ട്രെസ്സാവുക, എന്താ പറയുക, വല്ലാത്തൊരു മൈൻഡ് തന്നെ ആവും. നമ്മൾ അന്നത്തെ മൈൻഡേ ഔട്ടാവും. അങ്ങനെ ഇത് മക്കളോട് വരെ എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട്. ഞാൻ എന്ന് പറയുന്നതല്ല, കാര്യമായിട്ട് പറയുന്നത്. വീട് നീറ്റായി കിടന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് തന്നെ ഒരു റിലീഫാണ്, ഭയങ്കര സമാധാനമാണ്. കാരണം എഴുന്നേറ്റ് വരുമ്പോൾ നല്ല ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞ് നല്ല തണുത്ത കാറ്റും ഇതൊക്കെ അടിക്കുമ്പോൾ വല്ലാത്തൊരു ഫ്രഷ്നെസ് തന്നെ കേട്ടോ. പിന്നെ കുറേ ആയിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിക്കലും വിളക്കത്തിക്കലും ഒന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് ഒരുപാട് ലേറ്റാവും. കാരണം ഇപ്പോൾ കിടക്കാൻ ഒരുപാട് ലേറ്റ് ആവുന്നതുകൊണ്ട് നമ്മളെ ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനത്തെ പരിപാടിക്കൊക്കെ നമ്മളിപ്പോൾ കുളിയൊക്കെ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും കുളിയൊക്കെ നടക്കാറുള്ളൂ. പിന്നെ അടുക്കളയൊക്കെ നല്ലവണ്ണം വൃത്തിയാക്കി, പിന്നെ വെള്ളമൊക്കെ കുറച്ച് വെള്ളം എടുത്ത് നമ്മൾ അമ്പൂടിന് ഇപ്പോൾ ബോട്ടിൽ ഫീഡാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവനുള്ള വെള്ളം നമ്മൾ കുറച്ച് ചൂടാക്കിയിട്ട് ഫ്ലാസ്കിൽ ഒഴിച്ച് വയ്ക്കുന്നു. ബാക്കി വെള്ളം എടുത്ത് ജഗ്ഗിൽ ഒഴിച്ച് കുടിക്കാനും അങ്ങനെ മാറ്റി വയ്ക്കുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അച്ഛൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അച്ഛൻ വരുമ്പോൾ ഒരു 10:30 11 മണിയൊക്കെ ആവും. പിന്നെ അച്ഛന് ചോറ് കൊടുക്കണം, എന്നിട്ട് കിടക്കാം എന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഏകദേശം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി ഉള്ളതൊക്കെ നേരത്തെ കഴുകി വെച്ചപ്പോൾ നമ്മൾ അമ്പുക്കുട്ടനും ഇച്ചുകുട്ടനും ഉറക്കം വന്നിട്ട് വഴക്കുണ്ടാക്കിയത്. എന്നാൽ പിന്നെ അവരൊന്ന് സൈഡാക്കിയിട്ട് ബാക്കി ചെയ്യാമെന്ന് ഇത്. ഞാൻ ഈ ഷാളിട്ട് നടക്കണത് എന്താണെന്ന് ഇതിന്. അപ്പോൾ ഈ ഷാളിട്ട് നടക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തണുക്കണമെന്നുണ്ട്.
അപ്പോൾ കഴുത്തിൽ കൂടെ ഷാളിട്ട് എടുക്കുമ്പോൾ എനിക്കൊരു ചൂട് കിട്ടുന്ന പോലെയൊക്കെ കേട്ടോ, അല്ലെങ്കിൽ തോർത്ത് എന്തെങ്കിലുമൊക്കെ എടുത്തിടും. എനിക്ക് ഈ നൈറ്റ് ഇടുമ്പോഴുള്ള പ്രശ്നം അതെനിക്ക് വല്ലാതെ തണുപ്പ് വരും. അപ്പോൾ അതുകൊണ്ടാട്ടോ എന്നെപ്പോലെ എങ്ങനത്തെ പ്രാന്തുള്ളവരെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതായത് നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സെറ്റ് നമ്മുടെ വീട് അങ്ങനെ ക്ലീനായി കിടന്നാൽ തന്നെ നമുക്ക് ഒരുപാട് സമാധാനമല്ല. പിന്നെ രാവിലെ ഒരുപാട് പണികളൊക്കെ കുറഞ്ഞിട്ടോ. ഇതൊക്കെ തന്നെയാണ് നമ്മളെ കുഞ്ഞു കുഞ്ഞു ടിപ്സും കാര്യങ്ങളൊക്കെ. ഈ ഇതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ തന്നെ നമ്മൾ ഒരുപാട് പണികൾ കുറഞ്ഞിട്ടോ. പിന്നെ രാവിലത്തെ കാര്യം എന്ന് വെച്ചാൽ നടക്കത്തില്ല. ഇച്ചുവിനെ അങ്ങനെ വാടിയിൽ വിടണം, അമ്മൂടുവിനെ രാവിലെ ഉറക്കണം. ആ ഒരു 10 മണിയാവാതെ ഒരു കാര്യം നടക്കില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും കാര്യം അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് പോകും. ബാക്കിയുള്ള സകലമായ പണികൾ അവിടെ കിടക്കുന്നുണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് ക്ലാസ്സിന് പോകണം, 1 മണിയാകുമ്പോഴേക്കും പോകും വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ഓരോ ദിവസങ്ങളിങ്ങനെ പോകണം. അപ്പോൾ രാവിലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പെട്ടെന്ന് പണികളൊക്കെ തീർക്കാമല്ലോ. അപ്പോൾ നാളെ രാവിലെ നമുക്ക് അപ്പം പട്ടാണിക്കടല കറിയായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ അമ്മ കടലൊക്കെ വെള്ളത്തിലിട്ടിട്ട് അമ്മ പോയി കിടന്നിരുന്നു. നമുക്ക് പാത്രം കിട്ടാനിട്ടാണ് തോന്നുന്നുണ്ട്. പുട്ടും കുറ്റിയിലാണ് എടുത്തിട്ട് വെച്ചിരിക്കുന്നത്. എന്താണാവോ പുട്ടും കുടത്തിൽ വെട്ട് വെച്ചിട്ടുണ്ട്. പാത്രമൊന്നും കാണാനിട്ടോ. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണം. പിന്നെ ഈ ഗ്യാസ് സ്റ്റവ് രാവിലെ ദോശ ഉണ്ടാക്കിയിട്ട് പറ്റി പിടിച്ചെടുക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മെനക്കെട്ട് അതൊക്കെ അങ്ങ് കഴുകി വൃത്തിയാക്കി. പിന്നെന്താ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അതാ നമ്മൾ അമ്പൂടുക്കുട്ടന് വെള്ളം തിളപ്പിച്ച് വെച്ചതുണ്ടായിരുന്നു. ചൂടാറിയിട്ട് ഇത് നേരിയ ചൂടിൽ ഫ്ലാസ്കിൽ ഒഴിച്ച് വയ്ക്കുകയുള്ളൂ കേട്ടോ. രാത്രി എങ്ങനെയാണ് ഒരു 2-3 വട്ടം പാൽ കുടിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇതാ പിന്നെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ആൾ എന്തായാലും നിൽക്കുന്നുണ്ടോ. അപ്പോൾ എന്താ അവനെ കൊണ്ട് കിടത്തി അമ്മേൻ്റെ അടുത്തോട് കിടത്തിയതായിരുന്നു കേട്ടോ. അവന് എഴുന്നേറ്റപ്പോൾ എനിക്ക് പേടിയാൾ ഇനി ഉരുണ്ട് മറിഞ്ഞ് താഴെ വീഴുമോ അല്ലാന്നുണ്ടെങ്കിൽ ഇച്ചുവിനെ എഴുന്നേൽപ്പിക്കുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതാ ഞാൻ പഠിക്കാനുള്ള ബുക്കൊക്കെ അവിടെ കുറച്ചു. പിന്നെ ഇതാ നമ്മൾ വീടൊക്കെ ഇങ്ങനെ നല്ല കുട്ടപ്പനെ കിടക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത പണിയെന്ന് വെച്ചാൽ ജനലൊക്കെ ഒന്ന് അടച്ച് നമ്മൾ സെറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ അമ്പൂടുക്കുട്ടനുള്ള പാലൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. ടീപ്പോയി നമ്മൾ കിടക്കാൻ നേരത്ത് മാത്രം കട്ടിൻ്റെ സൈഡ് കൊണ്ട് വയ്ക്കുകയുള്ളൂ. അല്ലാത്തപ്പോൾ നീക്കിയും. കാരണം പകൽ സമയത്ത് ഇവർ കയറി കളിക്കുമ്പോൾ എങ്ങാനും തട്ടി കഴിഞ്ഞാലോ അല്ലെങ്കിൽ വീണ് കഴിഞ്ഞാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം നമ്മൾ അമ്പൂടുക്കുട്ടനും കൂടെയുള്ള പാലും കൂടെ റെഡിയാക്കി വെച്ചാൽ ഏകദേശം പണിയൊക്കെ ഒരുങ്ങി കേട്ടോ. പിന്നെ അതാ കുറച്ച് നേരം പഠിക്കാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിടന്നുറങ്ങാവേ. അപ്പോൾ ഞാൻ ഈ ടീപ്പോയി ഇങ്ങനെ എടുത്തുകൊണ്ട് വെച്ചിരിക്കുക. ഇനി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നീക്കി വിടും. അല്ലാന്നുണ്ടെങ്കിൽ അവർ രണ്ടാളും അതിൻ്റെ മേലെ കയറി ചാട് അങ്ങനെ അറ്റത്ത് എങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട. അപ്പോൾ എൻ്റെ മക്കൾക്ക് വെളിച്ചം തട്ടിക്കഴിഞ്ഞാൽ ഉറങ്ങത്തില്ല കേട്ടോ. ഇപ്പം എന്തോ ഒരു ഇതിലിങ്ങനെ കിടക്കും. ഇപ്പം തന്നെ നീക്കും. അപ്പോഴേക്കും നമുക്ക് കിടക്കണം. അപ്പോൾ ആ വെള്ളവും ഇതൊക്കെ കൊണ്ടുവച്ചൊക്കെ സെറ്റാക്കി അതിനുള്ള പാലും കൂടെ ഒക്കെ സെറ്റാക്കി വെച്ചാൽ സമാധാനമായി. പിന്നെ എഴുന്നേറ്റിട്ട് ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലാവുണ്ടോ. പിന്നെ നമുക്ക് നടക്കത്തില്ല. പിന്നെ ഒരു 2 മണി 2:30 ആകുമ്പോഴേ എഴുന്നേക്കുള്ളൂ. അപ്പോഴേക്കും ആക്കി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇത് കുടിച്ച് കഴിഞ്ഞ് കഴുകി ഒന്നും കൂടെ ആക്കി വയ്ക്കും. ചിലപ്പോൾ ആ ഒരു കുടിയിൽ നിർത്തും. പിന്നെ ചിലപ്പോഴേ കുടിക്കത്തുള്ളൂ. അങ്ങനെ എന്തായാലും ഒരു 2 വട്ടമൊക്കെ ആയിട്ട് കുടിക്കും. നമ്മളിപ്പോൾ ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസത്തോളം ആവാനായി. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. വിചാരിച്ച പോലെ ഒരു കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് ഒരു 2 ദിവസത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ വേണമെന്ന് പറയുക അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷെ ഈ പാല് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ രാത്രി സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വഴക്കാട്ടോ. അങ്ങനെ ഒരുപാട് നാളായിട്ട് വീഡിയോ എടുക്കാനായിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് വോയിസ് ഓവർ കൊടുക്കാനായിട്ടൊക്കെ ആ ഒരു ഫ്ലോ പോയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യണം നോക്കാണ്ട്. പക്ഷെ സമയം കിട്ടുന്നില്ല. സമയം കിട്ടുമ്പോഴാണ് ഭയങ്കര മടി. ഇപ്പോൾ ഈ വീഡിയോ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച എങ്ങാനും എടുത്ത് വെച്ച വീഡിയോ കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് പണിയെടുത്തിട്ട് അപ്പം ഇന്നത് പോസ്റ്റ് ചെയ്യുമെന്നും വലിയ ധാരണയില്ല. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്. അങ്ങനെ അപ്പോൾ ഈ മാസം കഴിയുമ്പോഴേക്കും ഈ മാസത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് കരുതിയിട്ട് അങ്ങനെയാണ്. ഇനി ഞാൻ ഷോ കാണിക്കുകയാണെന്നൊന്നും കരുതണ്ട. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതിയത് അങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. ഞാനിവിടെ നമ്മളെ അക്കൗണ്ട് സൊല്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അക്കൗണ്ടിങ്ങിൻ്റെതായിട്ട് പഠിക്കുന്നത്. PGDPൻ്റെ കോഴ്സായിട്ട് എടുത്തേക്കുന്നത്. 8 മാസത്തെ കോഴ്സാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളത്. നമ്മളെ സുന്ദരിമണികൾ കിടക്കണ കാണുമ്പോൾ എന്തൊരു പോകണ്ട ഉണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം കേട്ടോ. അപ്പോൾ എന്നാൽ ശരി, ടാറ്റാ, ബൈ ബൈ.